ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് മലയാള സിനിമയിലെ താരസംഘടനയായിട്ടുള്ള അമ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേയധികം പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു വീഡിയോ ആണ്. അത് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അൻസിബയും ടിനി ടോമും തമ്മിലുള്ള പ്രശ്നമെന്നും അൻസിബ എന്തൊക്കെ ആരോപണങ്ങളാണ് ടിനി ടോമിനെതിരെ പറഞ്ഞിട്ടുള്ളതെന്നും അതുപോലെ തന്നെ ടിനി ടോം എന്തൊക്കെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. സോ അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അവസാനം വരെ നിങ്ങൾ കാണണം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പും കൂടെ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തത്തുള്ളൂ. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഇന്നാണ് അൻസിബ ഉണ്ടെങ്കിൽ നടിയൊക്കെ ആയിട്ടുള്ള അൻസിബ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടിനി ടോമിനെതിരെ പരാതിയൊക്കെ കൊടുക്കാനുണ്ടായ മെയിനായിട്ടുള്ളൊരു കാര്യം, ഈ ഒരു അൻസിബയൊക്കെ അമ്മ സംഘടനയിലെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അമ്മ സംഘടന എന്ന് പറയുന്നത് മലയാള നടന്മാരുടെയും നടിമാരുടെയൊക്കെ ഒരു താരങ്ങളുടെ എല്ലാം കൂടെ സംഘടനയാണ്. അതിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഘടനയിൽ ഒരു പോസ്റ്റ് ഇരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു അൻസിബ എന്ന് പറയുന്നത്. പെട്ടെന്ന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ ഈ ഒരു അൻസിബ ഇതിൽ നിന്ന് വേർപിരിയുകയാണ്, ഈ ഒരു സ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണങ്ങളൊന്നും ആ സമയത്ത് പറഞ്ഞത് ഈ ഒരു അൻസിബ ഉണ്ടെങ്കിൽ കുറേയധികം തിരക്ക്, ഈ ഒരു വർക്കിൻ്റെ കാര്യങ്ങളായിട്ട് തിരക്കായത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അതൊന്നുമല്ല കാരണം. ഇതിനെല്ലാം കാരണക്കാരൻ ടിനി ടോമാണ് എന്നുള്ള രീതിയിലാണ് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അൻസിബ അങ്ങനെ പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, അവിടെ താരസംഘടനയിലുണ്ടായിരുന്ന സമയത്ത് കുറേയധികം പ്രാവശ്യം ഈ ഒരു ടിനി ടോം തനിക്കെതിരെ സംസാരിച്ചെന്നും അതുപോലെ തന്നെ പല കാര്യങ്ങൾ പലരോടും തന്നെപ്പറ്റി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു നടന്നു എന്നുള്ള കാര്യങ്ങളാണ് അൻസിബ പറയുന്നത്. അതിൽ മെയിനായിട്ട് പറയുന്നൊരു കാര്യം, തന്നെ പറ്റി പല മോശമായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള മെമ്പേഴ്സിൻ്റെ അടുത്ത് ഈ ഒരു ടിനി ടോം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അൻസിബയ്ക്ക് പലരുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള രീതിയിലാണ് ടിനി ടോം അവിടെ കുറേയധികം പേരെടുത്ത് പറഞ്ഞു നടന്നു എന്നുള്ളതാണ് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടിനി ടോം അൻസിബയെ ഒരു ജിഹാദി എന്ന് വിളിക്കുകയും തൻ്റെ ഡ്രൈവറിനെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ ആരോപണങ്ങൾ തനിക്കെതിരെ നടത്തിയെന്നാണ് അൻസിബ ടിനി ടോമിനെതിരെ പറയുന്നത്. അതുപോലെ കുറേയധികം കാര്യങ്ങൾ ടിനി ടോമിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു അമ്മ സംഘടനയിൽ ഉണ്ടായിട്ടൊന്നും, അമ്മ സംഘടനയുടെ പല ഫംഗ്ഷനിടയിലൊക്കെ നീന മാത്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നടിക്കെതിരെ ടിനി ടോം ആക്രമിക്കാൻ ചെന്നു. അതൊരു വഴക്കായിട്ട് ആദ്യമേ എന്തോ ഒരു പ്രശ്നങ്ങളുടെ പേരിലൊക്കെ തുടങ്ങി അവസാനം അടിക്കാൻ വരെ ചെന്നു എന്ന്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ടിനി ടോമിനെ പിടിച്ചു മാറ്റിയതെന്നും അല്ലെങ്കിൽ നീനയെ അടിച്ചേനെ എന്നുള്ള രീതിയിലൊക്കെ അൻസിബ ലേറ്റസ്റ്റ് ആയിട്ട് മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ മെയിനായിട്ട് തുടങ്ങിയത് എവിടെയാണ് എന്ന് അൻസിബ പറയുന്നത്, ഈ ഒരു അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഒരു താരസംഘടന എന്തോ ഒരു ഫംഗ്ഷനോ നടത്താനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് കുറേയധികം സ്പോൺസേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്പോൺസേഴ്സ് വരുന്നതിൻ്റെ ഇടയിൽ ഏതൊരു മതത്തിൻ്റെ ഭാഗമായിട്ടും കുറേയധികം സ്പോൺസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു സ്പോൺസേഴ്സ് വേണമോ വേണ്ടയോ എന്നുള്ള രീതിയിൽ അവിടുത്തെ മെമ്പേഴ്സും ഈ ഒരു അൻസിബയൊക്കെ അവിടുത്തെ ഒരു പൊസിഷനിലിരിക്കുന്നതുകൊണ്ട് അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു അമ്മ താരസംഘടനയിൽ ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞത് ടിനി ടോമിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അൻസിബ പറയുന്നത്. കുറേയധികം രീതിയിൽ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ ഇവിടം തൊട്ടാണ് ഇതിൻ്റെ എല്ലാം തുടക്കം എന്നുള്ള രീതിയിലാണ് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തന്നെ പറ്റി ആ ഒരു അമ്മ താരസംഘടനയിലുള്ള പലരിടത്തും പല രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തനിക്ക് മറ്റുള്ളവരുമായിട്ടൊക്കെ ബന്ധങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ വരെ പറയാൻ തുടങ്ങി എന്നുള്ളൊരു കാര്യം കൂടിയാണ് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു താരസംഘടനയിൽ നിന്ന് താൻ പുറത്തായതിന് ശേഷം, അതായത് താൻ രാജിവെച്ചതിന് ശേഷം കുറേയധികം പേര് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ രാജിവെക്കാൻ കാരണം ഇതുപോലുള്ള ബന്ധങ്ങളല്ലേ എന്നുള്ള രീതിയിലൊക്കെ
കുറേയധികം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് തനിക്ക് മാനസികമായിട്ട് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ള രീതിയിലും അൻസിബ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ ഒരു സ്ത്രീയായിട്ടുള്ള അവിടെ മെമ്പറായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ഭർത്താവും കൂടി തനിക്കെതിരെ ഒരു വ്യാജ പരാതിയൊക്കെ കൊടുത്തു എന്നുള്ള രീതിയിലും അൻസിബ പറയുന്നുണ്ട്. ഈ ഒരു അൻസിബ ഇവിടുത്തെ ഭാഗമായിട്ട് ഒരു മെസ്സേജ് ഇവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ത്രീക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, നടിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നടിയുടെ ഭർത്താവ് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അവരെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ പേരിലുണ്ടെങ്കിൽ ഒരു കേസൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അൻസിബ പറയുന്നത്. തനിക്ക് ആ ഒരു കേസിൻ്റെ കാര്യം എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. താൻ ഇതേ കണക്ക് മെസ്സേജ് അയച്ചത് ആ ഒരു ഭർത്താവിന് സംശയരോഗം പോലെ ആയെന്നും അത് കാരണം ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചു, ആ ഒരു ഭാര്യയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്ത് താൻ അയച്ച മെസ്സേജ് കാരണമാണ് ഇതെല്ലാം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തെന്നും അവസാനം താൻ ഈ കാരണമൊക്കെ കൊണ്ടുതന്നെ ഒരു മാപ്പ് പറയേണ്ട അവസ്ഥ വരെ വന്നു എന്നുള്ള കാര്യമൊക്കെയാണ് ഈ ഒരു അൻസിബ പറയുന്നത്. ഇത് തനിക്ക് എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. കുറേയധികം പേര് തനിക്കെതിരെ കൂട്ടമായിട്ട് ചേർന്ന് ആക്രമിക്കുന്നുണ്ടായിരുന്നു. ഇതിനെ പറ്റിയെല്ലാം തനിക്ക് കുറേ നാളായിട്ട് പറയണം എന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്തല്ല ഇത് വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ ഇതിപ്പോൾ ഒട്ടും പറഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ട് മാത്രമാണ് താനിപ്പോൾ ഇത് പറയുന്നതെന്നുള്ള രീതിയിൽ കൂടിയാണ് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിന് മറുപടിയായിട്ട് ടിനി ടോമിൻ്റെ അടുത്ത് മാധ്യമങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു, അൻസിബ പറയുന്നതെല്ലാം സത്യമാണോ, താങ്കൾ അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചോ, അതുപോലെ തന്നെ ഇതുപോലുള്ള കുറേയധികം കാര്യങ്ങൾ ആരോപണങ്ങളൊക്കെ പറയുന്നത് സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ടിനി ടോം പറയുന്നൊരു കാര്യം, അൻസിബ പറയുന്നതെല്ലാം കള്ളമാണ് എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ വർഷങ്ങളായിട്ട് അമ്മയിലുള്ള ഒരു മെമ്പർ കൂടിയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെയുള്ള സ്ത്രീകളുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഞാൻ അവരോട് ഒരിക്കലും മോശമായിട്ടോ ഒന്നും തന്നെ പെരുമാറിയിട്ടില്ല. ഇവിടെയുള്ള ആരുടെ വേണമെങ്കിലും ചോദിച്ചു നോക്കൂ എന്നുള്ള രീതിയിൽ ടിനി ടോം പറയുന്നുണ്ട്. അതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിട്ടുള്ള മെമ്പറിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇവരുടെ അടുത്ത് ചോദിച്ച് നോക്കൂ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത്, ടിനി ടോമിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഇതേ കണക്ക് ആരോടും ഒരിക്കലും പെരുമാറിയിട്ടില്ല, ഇത് കൂട്ടമായിട്ട് ചേർന്നെന്തോ ടിനി ടോമിനെ ആക്രമിക്കാനുള്ള ശ്രമമാണ് എന്നുള്ള രീതിയിൽ ആ ഒരു സ്ത്രീയായിട്ടുള്ള മെമ്പറും പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നൊരു കാര്യം, ഞാൻ ജിഹാദി എന്ന് വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഒരു സത്യസന്ധതയില്ല. എനിക്ക് ഏറ്റവും കൂടുതലും ഫ്രണ്ട്സ് ഉള്ളത് മുസ്ലിംസാണ്. ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു സംഘടനയിലെയും മുസ്ലിംസ് ഉണ്ട്, അതുപോലെ തന്നെ മമ്മൂക്ക വരെ ഒരു മുസ്ലിമാണ്. അപ്പം ഞാനൊന്നും ആരെയും അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. ഈ ഒരു അൻസിബ പറയുന്നത് ഇതെല്ലാം കള്ളമാണ്, ചുമ്മാ തനിക്കെതിരെ വ്യാജമായിട്ട് കുറേയധികം ആരോപണങ്ങൾ പറയുവാണ്, ഇതിനൊക്കെ പിന്നിൽ പലരുമുണ്ട് എന്നുള്ള രീതിയിൽ കൂടി ടിനി ടോം ആ ഒരു മാധ്യമങ്ങളടുത്ത് പറയുന്നുണ്ട്. എന്തായാലും ഇതിനെ നിയമപരമായിട്ട് തന്നെ താൻ നേരിടുമെന്നുള്ളൊരു കാര്യമാണ് ടിനി ടോം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറും എല്ലാം ഉണ്ട്. പിന്നെ തമാശയ്ക്കൊക്കെ ചീത്ത വിളിക്കാറുണ്ട്. ചില സമയത്തൊക്കെ സ്റ്റേജിലൊക്കെ ഇന്ന് ഭയങ്കര ഒരു എന്തെങ്കിലുമൊക്കെ കോർഡിനേറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ വഴക്ക് പറയാറുണ്ട്. എന്ന് വെച്ചിട്ട് ഒരിക്കൽ പോലും ഭയങ്കര പേഴ്സണലായിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഞാൻ ഒരിക്കൽ പോലും പെരുമാറിയിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അത് ആരെടുത്ത് ചോദിച്ചാലും, ഇവിടെയുള്ള ആരെടുത്ത് ചോദിച്ചാലും അത് പറഞ്ഞു തരും. പിന്നെ എന്നെ മനഃപൂർവ്വം ഇത് കണക്ക് അധിക്ഷേപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ അതൊരിക്കലും അതിന് നിന്നു കൊടുക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ടിനി ടോം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കാര്യം ഇങ്ങനെ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ എന്താവും സത്യം എന്നുള്ളത് അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഇത് കേട്ട സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അൻസിബ പറയുന്നതാണോ കറക്റ്റ്, അതോ ടിനി ടോം പറയുന്നതാണോ കറക്റ്റ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.